ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. കൂലി വർധനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തർക്കങ്ങളെ തുടർന്ന് മൂവാറ്റുപുഴയിലെ പലചരക്ക് വ്യാപാര മേഖല സ്തംഭനത്തിൽ. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധികൾ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസർക്ക് നിവേദനം നൽകി. മൂവാറ്റുപുഴയിലെ ചുമട്ടുതൊഴിലാളികളുടെ കൂലി വർധനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ പലചരക്ക് വ്യാപാര മേഖലയെ സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് എറണാകുളം ജില്ലാ കമ്മിറ്റി കോൺഫറൻസ് ഹാളിൽ നടന്ന ചർച്ചകൾ പ്രകാരം ഉരുത്തിരിഞ്ഞ എഗ്രിമെന്റ് പാലിക്കുന്നതിന് ചുമട്ടുതൊഴിലാളികൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. ചരക്കുമായി വരുന്ന വാഹനങ്ങളിൽ നിന്നും അമിത കൂലി ഈടാക്കുന്നതിന് മുൻകാലങ്ങളിലെന്ന പോലെ വീണ്ടും അവസരം ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരം വിവിധ വ്യാപാര മേഖലകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു. ചർച്ചയിലൂടെ പരസ്പര ധാരണയിൽ ഒപ്പിട്ട കരാർ വ്യവസ്ഥകൾ പ്രകാരം ജോലി ചെയ്യാൻ ചുമട്ടുതൊഴിലാളികൾ തയ്യാറായില്ലെങ്കിൽ നിലവിൽ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കടകമ്പോളങ്ങൾ എന്നേക്കുമായി അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധിക്കാനാണ് മർച്ചന്റ്സ് അസോസിയേഷന്റെ തീരുമാനം. കൂലി വർധന ആവശ്യപ്പെട്ട് തൊഴിലാളികൾ കഴിഞ്ഞ മാസം 3-ാം തീയതി പണിമുടക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് ജില്ലാ ലേബർ ഓഫീസറും ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനുമാരുടെ മധ്യസ്ഥയിൽ 7/9/2024 എറണാകുളം ജില്ലാ ക്ഷേമനിധി ബോർഡിൻ്റെ ഓഫീസിൽ വെച്ച് ചർച്ച ചെയ്ത തീരുമാനപ്രകാരം 16% കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കാമെന്നും അനധികൃതമായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളുടെയോ സ്ഥലത്തിൻ്റെയോ പേര് പറഞ്ഞ് കൂലി വാങ്ങരുത് എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയുണ്ടായി. എന്നിരുന്നാൽ ഇന്ന് ഇവിടെ ഈ തൊഴിലാളികൾ ഈ 16% വർധന അവർ അംഗീകരിക്കുകയും പക്ഷേ ഇവരുടെ ഈ കൂലി വാങ്ങിക്കുന്ന രീതി പുറത്തുനിന്ന് വന്ന വണ്ടിക്കാരിൽ നിന്ന് കൂലിയിൽ നമ്മുടെ എഗ്രിമെൻറ്റിലുള്ള കൂലി അല്ലാണ്ട് അനധികൃതമായിട്ട് കൂലി വാങ്ങിക്കുകയാണ്. അതായത് 5 രൂപ 80 പൈസ കൂലിയുള്ള സാധനത്തിന് അവർ 12 രൂപ ആവശ്യപ്പെട്ടാണ് ഇന്നിപ്പോൾ മൂവാറ്റുപുഴയിൽ ചുമട്ടുതൊഴിലാളികൾ ഒരു ലോഡുകളും മറിച്ചു കൊടുക്കാത്തൊരു സാഹചര്യമാണ്. ഞങ്ങൾക്ക് ഒന്നേ ആവശ്യപ്പെടാനുള്ളൂ. ഞങ്ങൾ എറണാകുളം ജില്ലാ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ്റെ മധ്യസ്ഥതയിൽ തീർന്ന ഒരു കാര്യം, അത് എഗ്രിമെൻ്റ് അത് ഞങ്ങൾക്ക് നടപ്പിലാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ മൂവാറ്റുപുഴ ക്ഷേമനിധി ബോർഡിൽ എല്ലാവരും വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ സ്വതന്ത്രമായിട്ട് സമാധാനത്തോടു കൂടി കച്ചവടം ചെയ്യാനുള്ളൊരു സാഹചര്യം ഇന്ന് മൂവാറ്റുപുഴയിലില്ല. ഇവിടുത്തെ ചുമട്ടുതൊഴിലാളികൾ ഓരോ ദിവസവും രാവിലെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കച്ചവടം തടസ്സപ്പെടുത്തുകയാണ്. ഈ രീതിയിൽ വന്നാൽ ഞങ്ങൾ ഇവിടുന്ന് കച്ചവടം വേറെ സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടു പോകേണ്ട ഒരു സാഹചര്യം വന്ന് നിലനിൽക്കുകയാണ്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് മൂവാറ്റുപുഴ ഓഫീസിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധികൾ നിവേദനവും സമർപ്പിച്ചു. വിഷയത്തിൽ സത്വര ശ്രദ്ധ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ള അധികാരികൾ എടുക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. അതേസമയം എഗ്രിമെന്റിന്റെ മറവിൽ നിലവിലുണ്ടായിരുന്ന കൂലി കുറയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ചുമട്ടുതൊഴിലാളികളും പറയുന്നു. ഇതേ തുടർന്നാണ് സമരത്തിലേക്ക് നീങ്ങുന്നതെന്നാണ് തൊഴിലാളികളുടെ വാദം. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.